സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. അങ്ങനെ സച്ചിയും രേവതിയും കൂടെ പോലീസ് സ്റ്റേഷനിലിരിക്കുകയാണ്. അപ്പോൾ രേവതി പറഞ്ഞു, ഇപ്പം വിളിക്കാമെന്ന് പറഞ്ഞാൽ എത്ര നേരമായി സച്ചിയേട്ടാ, ഇതുവരെ വിളിച്ചില്ലല്ലോ, എൻ്റെ പൂവെല്ലാം പോകും, ഇതെന്താ ഇവരിങ്ങനെ വിളിക്കാത്തതെന്ന് ചോദിച്ച് ഇങ്ങനെ സച്ചിയോട് ഇങ്ങനെ രേവതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രേവതിയോട് പറയുന്നുണ്ട്, രേവതി അകത്തൊരു കേസിൻ്റെ ആൾ കണ്ടുകൊണ്ടിരിക്കുമല്ലേ, അത് കഴിയാതെ നമ്മളെ വിളിക്കത്തില്ല. പോലീസുകാർക്കേ ഒരു കാര്യമല്ല, അവർക്ക് പല പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ വണ്ടിയുടെ കാര്യമല്ലേ സംസാരിക്കാനുള്ളൂ, അതുകൊണ്ടാണ് നമുക്കത് മാത്രമല്ലേ ഉള്ളൂ. അപ്പം അവർക്ക് അങ്ങനെയല്ല, ഒരു കാര്യമില്ല, അവർക്ക് പല കാര്യങ്ങൾ സോൾവ് ചെയ്യാനുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സച്ചേട്ടത് എത്ര നേരമായി എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് നീലിമേനെയും വക്കീലിനെയും കൂടെയാണ്. അപ്പം വക്കീൽ ഇങ്ങനെ നീലിമയോട് പറയുന്നുണ്ട്, എന്താണേലും മാഡം ഈ പ്രശ്നത്തിൽ അവർ കേസ് കൊടുത്തു കഴിഞ്ഞാൽ മാഡത്തിന് കാനഡയിൽ പോക്ക് നടക്കില്ല, മാമിൻ്റെ പാസ്പോർട്ട് അവരിവിടെ പിടിച്ചു വയ്ക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പം മാമിന് എന്നാളും പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ എന്താണ് അവന് പൈസ കൊടുക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. മാഡത്തിന് ആദ്യം തന്നെ ഇങ്ങനെ എന്തൊക്കെയാണ് അവിടെ പോയി പറഞ്ഞു കൊടുത്തത്, പെണ്ണ് കാണാൻ ചെറുക്കൻ്റെ വീട്ടിൽ വരുന്ന പോലെയോ, ഇവിടെ പ്രോപ്പർട്ടിയുടെ ഇതിന് രജിസ്ട്രേഷന് വന്നതാണെന്നും അവിടെ ബിസിനസ്സാണെന്നൊക്കെ എന്തിനാണ് പറഞ്ഞത്. പിന്നെ ആ പൈസ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഡത്തിൻ്റെ വീട്ടിൽ നിന്ന് എടുത്ത് കൊടുക്കുന്ന പൈസയൊന്നുമില്ല, അത് അവൻ്റെ പൈസ തന്നെയല്ലേ, അവൻ്റെ പൈസ എടുത്തല്ലേ ബിസിനസ്സൊക്കെ ചെയ്ത് ഇത്രയും കാശാക്കിയത്, പിന്നെന്താ അവൻ്റെ പൈസ തിരിച്ചു കൊടുത്താലെന്നൊക്കെ ചോദിച്ചിട്ട് വക്കീലിങ്ങനെ പറയും. അപ്പോഴത്തേക്കും വക്കീലിനോട് ചോദിക്കും, ഇയാൾ എൻ്റെ വക്കീലാണോ അതോ അവരുടെ വക്കീലാണോ എന്ന് ചോദിക്കും. അപ്പം പറയും, മാഡത്തിനെ രക്ഷിക്കണമെന്ന് ഓർത്ത് ഞാൻ വന്ന മാമിൻ്റെ പല തരികിട സ്വഭാവങ്ങളും എനിക്കറിയാം, ഇപ്പോൾ മര്യാദയ്ക്ക് ഇപ്പോൾ അവരുടെ അടുത്ത് നമുക്ക് പൈസ കൊടുത്ത് സെറ്റിലാക്കുന്നത് നല്ലതാണ്, ഇല്ലെങ്കിൽ മാഡത്തിന് തന്നെ ആയിരിക്കും അതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നീലിമ ഒന്ന് മിണ്ടാതെ നിൽക്കുക, എന്നിട്ട് പറയുന്നു, ഞാൻ ഈ പ്രശ്നം സോൾവ് ചെയ്യാം, അപ്പോൾ എങ്ങനെയും പൈസ കൊടുക്കാതെ എന്നാലും അവരത് സോൾവ് ആക്കാൻ സമ്മതിക്കില്ല. കാരണം സുധി ഒരു മണ്ടനാണ്, അവൻ്റെ ഭാര്യ അങ്ങനെയല്ല, അവരിച്ചിരി ബുദ്ധിയുള്ള കൂട്ടത്തിലാണ്, അവരത് പ്രശ്നമാക്കുമെന്ന് പറയുന്നു. അപ്പം മാഡത്തിൻ്റെ തരികളെ എല്ലാം അങ്ങനെ നടക്കാനൊന്നും പോകത്തില്ല എന്ന് പറയുന്നു. ഇപ്പം എന്താണെങ്കിലും ആ പൈസ കൊടുത്ത് സെറ്റിലാക്കാനേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ അവരെന്നാളും അത് കേസ് കോടതിയിലാക്കുമെന്ന് പറയുമ്പോൾ നീലിമയ്ക്ക് ഒന്നും പറയില്ല. അപ്പോൾ നീലിമ പറയുന്നത് ഞാനത് കൊടുക്കാമെന്ന് തന്നെ നീലിമ ഇങ്ങനെ സമ്മതിക്കുകയാണ്. എന്നാൽ അപ്പോൾ ചോദിക്കും, ഞാൻ എസ്ഐയുടെ അടുത്ത് അങ്ങനെ പറയട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ അവരിങ്ങനെ എസ്ഐയുടെ അടുത്ത് ചെല്ലുവാണ്. ശ്രുതിയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. എസ്ഐയുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. അവൾ പൈസ തരുമോ എന്നുള്ള കാര്യത്തിലൊക്കെ ശ്രുതിക്ക് ഇപ്പോഴും സംശയം കേട്ടോ. അപ്പോൾ പറയും, അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ശ്രുതിനെയും സച്ചി രേവതിയൊന്നും കാണുന്നില്ല, ഇവർ പരസ്പരം കാണുന്നില്ല. അപ്പോഴത്തേക്ക് ശ്രുതി അവിടെ എന്ന് വെച്ച് പറഞ്ഞാൽ രേവതി അവിടെ എന്ന് വെച്ച് പറഞ്ഞാൽ എത്ര നേരമായി സച്ചേട്ടാ, ഞാനൊന്ന് ചെന്ന് സംസാരിച്ചാലോ എന്ന് ചോദിക്കും. അപ്പോഴത്തേക്കും നമുക്ക് എസ്ഐനെ ഒന്ന് കണ്ടു നോക്കാമെന്ന് രേവതി പറയുകയാണ്. അപ്പോൾ സച്ചി പറയുന്നത് ഞാനൊന്ന് പോയി ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ രേവതി പറഞ്ഞു, ഞാനും കൂടെ വരാമെന്ന് പറയുന്നു. രേവതി പറയുന്നുണ്ട്, വണ്ടിയിലിരുന്നാൽ പൂവെല്ലാം പോകുമല്ലേ സച്ചേട്ടാന്ന് പറഞ്ഞു. അപ്പോൾ പറയും, ഇതൊക്കെ മുന്നേ ആലോചിക്കണം, ആ പൂവൊക്കെ ഇനി എന്ത് ചെയ്യും എന്ന് പറയും. അപ്പോൾ അതെന്നെ 2 ചക്രം സൈക്കിൾ ആൾക്കാർ അവിടെ വെക്കുന്നോ എന്ന് ചോദിക്കും. എൻ്റെ രേവതി നീ ഇങ്ങനെ വിവരമില്ലാത്തവർ പറയുന്ന പോലെ പറയല്ലേ, ഇതിനും അപ്പോൾ 2 ചക്രമല്ലേ ഉള്ളൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് രേവതി. അപ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ പറയും, 2 ചക്രം ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് വഴിയുടെ നടുക്കത് പാർക്ക് ചെയ്യാൻ പറ്റുമോ രേവതി എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് രേവതി ഞാനും കൂടെ വരാം, എസ്ഐനെ കാണുന്നു, എൻ്റെ പൊന്നു ഭവതി ആ വണ്ടി കിട്ടണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്, അതുകൊണ്ട് നീ വല്ലതൊക്കെ വിളിച്ചു പറയുന്നു, നീ ഇവിടെ മിണ്ടായിരിക്കും, ഞാൻ ചെന്നൊന്ന് ചോദിക്കാമെന്ന് പറയും. അപ്പോൾ പോലീസുകാരൻ്റെ അടുത്ത് തന്നെ ചോദിക്കും, എനിക്ക് എസ്ഐനെ ഒന്ന് കാണാൻ പറ്റുമോ. ഇല്ല സാറകത്ത് വേറൊരു കക്ഷിയായിട്ട് ഭയങ്കര ഡീല് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ എന്നൊരു പ്രശ്നം, ഇപ്പം എന്താണെങ്കിലും കയറി കാണാൻ പറ്റും. പോലീസ് അതിൻ്റെ പൂക്കളെല്ലാം പോകുമായിട്ടാണ്, വണ്ടിയിലൊരു ബോക്സിൽ നിറച്ച് പൂക്കളാണ്, അതെല്ലാം ചീഞ്ഞ് പോകുന്നു, സാർ ഇത് മേടിക്കേണ്ട വരുമെന്ന് പറയുന്നു. അപ്പോൾ ഞങ്ങൾക്ക് തന്നെ അതിനാണ് പൂക്കച്ചവടം, ആരെങ്കിലും കഞ്ചാവ് കൃഷി എടുത്തോ ഞങ്ങളല്ലാതെ തന്നെ മേടിച്ച് ഉപയോഗിക്കേണ്ട ഒരു കഞ്ചാവ് പോലെ അല്ലല്ലോ സാറി പൂക്കളെന്ന് പറയുന്നു. നിങ്ങൾക്ക് ഈ വെച്ചേക്കുന്ന മറ്റേ ഗാന്ധിജി ആ ഫോട്ടോസിലൊക്കെ നിങ്ങൾക്ക് ഈ പൂക്കൾ ഇടാലോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയും, എന്താണെങ്കിലും കാണാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും സച്ചിക്ക് നല്ല ദേഷ്യം വരും. പക്ഷേ സച്ചിക്ക് അവരുമായിട്ട് ഉടക്കാൻ പറ്റത്തില്ല. അപ്പോൾ സച്ചി ഇങ്ങനെ വേണ്ടാതെ ഇങ്ങനെ വന്ന് ചോദിച്ചു. ഇപ്പോൾ രേവതി ഇങ്ങനെ തിരിഞ്ഞ് നോക്കുന്നുണ്ട്, വണ്ടി കിട്ടിയോ എന്താ പറയുന്നതെന്ന് അറിയാൻ വേണ്ടി. പിന്നെ കാണിക്കുന്നത് നീലിമയാണ്. നീലിമ വരുവാണ് അപ്പോൾ ഈ എസ്ഐയുടെ അടുത്തേക്ക്. അപ്പോഴത്തേക്കും അവിടെ അവരെല്ലാവരും കൂടി ഇരിക്കും. അപ്പോൾ ചോദിക്കും, നീലിമ പറയും, പൈസ ഞാൻ തരാം എന്നുള്ള കാര്യം സമ്മതിക്കുകയാണ്. അപ്പോഴത്തേക്കും ശ്രുതിക്കും ഭയങ്കര സന്തോഷമാകും കേട്ടോ, പൈസ കിട്ടുമല്ലോ എന്ന് നോക്കുമ്പോഴത്തേക്ക് ശ്രുതിയോട് പറയും, ഇങ്ങനെ പറയും, പക്ഷേ ഇപ്പോൾ തരില്ല, ഒരു 2 മാസത്തെ സമയം വേണം, എൻ്റെ അക്കൗണ്ടിൽ പൈസയൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നീലിമ പറയും, എൻ്റെ ഈ പൈസ ഇല്ല എന്ന് പറയുമ്പോൾ പറയും, നീലിമ ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ വേണ്ടി വന്നതല്ലേ, അപ്പോൾ അതിൻ്റെ പൈസ അക്കൗണ്ടിലുണ്ടല്ലോ, അതിങ്ങ് തന്നാൽ മതിയെന്ന് നമ്മുടെ ശ്രുതി പറയുകയാണ്. അപ്പോഴത്തേക്കും പോലീസുകാരനും പറയും, ശരിയാ, ഈ പൈസ ഇന്നിപ്പോൾ കൊടുത്താൽ മാത്രമേ ഈ പ്രശ്നം സെറ്റിലാക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് കേസ് രജിസ്റ്റർ ചെയ്യണം എന്ന് തന്നെയാണ് ശ്രുതി പറയുന്നത്. അപ്പോഴത്തേക്കും പറയും, എന്നാൽ ഞാൻ തരാമെന്ന്. അപ്പോൾ വക്കീൽ പറയും, എന്നാൽ ഈ പൈസ തന്ന് ഞങ്ങൾ സെറ്റിൽ ചെയ്യാമെന്ന് പറയും. അപ്പോഴത്തേക്കും ശ്രുതി പറയും, അത്
പറ്റത്തില്ല, ഇത്രയും നാളായിട്ട് ആ പൈസ ഞങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ചു, ഞങ്ങൾക്ക് അതിൻ്റെ പലിശ കൂട്ടി 3 ലക്ഷം രൂപയും കൂടി തരണം, 50 ലക്ഷവും പിന്നെ പലിശയും കൂടെ വേണമെന്ന് പറയും. അപ്പോഴത്തേക്കും അതൊന്നും തരാൻ പറ്റത്തില്ലെന്ന് പറയും. അത് തരാൻ പറ്റത്തില്ലെങ്കിൽ ഒരു കാര്യം ചെയ്തു, കേസ് രജിസ്റ്റർ ചെയ്യാമെന്ന് പറയുമ്പോഴത്തേക്കും പോലീസുകാരനും പറയും അതാണ് ന്യായം, 3 ലക്ഷം രൂപയും കൂടെ നിങ്ങൾ കൊടുത്ത് ഈ പ്രശ്നം നമുക്ക് ഇവിടെ പരിഹരിക്കണം. അപ്പോഴത്തേക്കും വക്കീൽ പറയും മാഡത്തിൻ്റെ പേരിലുള്ള കേസ് ഇവിടുന്ന് നിങ്ങൾ പിൻവലിക്കണമെന്ന് പറയും. അപ്പോൾ പറയാം ഈ പൈസയും കൂടെ തന്നു കഴിഞ്ഞാൽ ഒക്കെ ഞങ്ങളത് പിൻവലിച്ചോളാം എന്ന് ശ്രുതി ഇങ്ങനെ പറയുന്നതാണ്. ശ്രുതിക്കും ഭയങ്കര സന്തോഷം കാണുന്നുണ്ട്. പക്ഷേ സച്ചിൻ രേവതിയും പുറത്ത് നിൽക്കുന്ന കാര്യം ഇവർ തമ്മിൽ പരസ്പരം കാണുന്നില്ല. അപ്പോൾ എന്തായാലും ഇന്ന് സച്ചിൻ രേവതിയും ഇവർക്ക് ഈ പൈസ കിട്ടുന്ന കാര്യവും അവർക്ക് അച്ഛന് പൈസ എന്തായാലും അവരുടെ അച്ഛന് തന്നെ ആ പൈസ തിരിച്ച് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയാണ് കാണിക്കുന്നത്. അപ്പോൾ ബാക്കി കഥയുമായി നമുക്ക് നാളെ കാണാം.